ഈ ടൈം ആൻഡ് വർക്കിലെ പ്രോബ്ലംസ് യൂഷ്വലി നമ്മൾ ഒരുപാട് കോമ്പറ്റേറ്റീവ് എക്സാംസിൽ നമ്മൾ കാണാറുണ്ട്. ഇന്ന് നമ്മൾ ഇതിന്റെ ഒരു ചെറിയൊരു കോൺസെപ്റ്റ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ലാലേട്ടൻ എന്ത് ചെയ്യുന്നു? ലാലേട്ടൻ ഒരു വർക്ക് 15 days കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുന്നു. ദ സെയിം വർക്ക് മമ്മൂക്ക എന്ത് ചെയ്യുന്നു? മമ്മൂക്ക 20 days കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുന്നു. ഇനി ഇവർ രണ്ടുപേരും ചേർന്ന് ഒരു 4 days വർക്ക് ചെയ്യുന്നു എങ്കിൽ റിമൈനിങ് വർക്ക് എത്ര, അല്ലെങ്കിൽ പെൻഡിങ് വർക്ക് എത്ര? നമ്മുടെ ചോദ്യം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ലാലേട്ടൻ ഒരു വർക്ക് 15 days കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുന്നു, അതേ വർക്ക് മമ്മൂക്ക 20 days കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുന്നു. ഇനി ഇവർ രണ്ടുപേരും ചേർന്ന് ഒരു 4 days വർക്ക് ചെയ്യുവാണ്. അങ്ങനെയാണെങ്കിൽ ദ റിമൈനിങ് വർക്ക് അല്ലെങ്കിൽ പെൻഡിങ് വർക്ക് എത്രയാണെന്നാണ് നമ്മളോട് എന്ത് ചെയ്തിരിക്കുന്നത്? ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇത് ചെയ്യാനായിട്ട് ഒരു ഷോർട്ട് കട്ട് നിങ്ങൾക്കുണ്ട്. ഞാൻ ആ ഷോർട്ട് കട്ട് പറഞ്ഞു തരാം. അതിന് മുൻപായിട്ട് നമ്മൾ എന്തിനാ ഈ വർക്കായി തന്നെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്? നമ്മൾക്ക് വേണമെങ്കിൽ ഈ വർക്കിനെ ഈ ഒരു പഫ്സ് ആയിട്ട് കൺസിഡർ ചെയ്തൂടെ? അതായത് പഫ്സ് കഴിക്കുന്നതും എന്താണ്? ഒരു വർക്കാണ് അല്ലെ? അപ്പൊ നമുക്ക് ഇത് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഇത് സോൾവ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ആദ്യം നമ്പർ ഓഫ് പഫ്സ് എത്ര ഉണ്ടല്ലേ, എത്ര പഫ്സ് ഉണ്ടായിരുന്നു എന്ന് കണ്ടുപിടിക്കണ്ടേ? നമുക്ക് ഈ നമ്പർ ഓഫ് പഫ്സ് കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യണം? നമുക്ക് തന്നിരിക്കുന്ന ഈ 15 and 20യുടെ LCM കാണാം അല്ലെ, ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ നമുക്ക് കാണണം. ഇനി നിങ്ങൾക്ക് LCM കാണാനായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് LCM കാണാൻ അറിയില്ലെങ്കിൽ ഞാൻ ഒരു എളുപ്പ വഴി പറഞ്ഞുതരാം. ഈ തന്നിരിക്കുന്നതിന് വലിയ നമ്പർ ഏതാണ്? 15 20നും വലിയ നമ്പർ എന്ന് പറയുന്നത് 20 ആണല്ലേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? ഈ 20നെ 15 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കണം. പറ്റില്ലല്ലോ. പറ്റിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 20യുടെ അടുത്ത മൾട്ടിപ്പിൾ എടുക്കണം. അടുത്ത മൾട്ടിപ്പിൾ എന്ന് പറയുന്നത് 40 ആണ്. എന്നിട്ട് ഈ 40നെ നമുക്ക് 15 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കണം. പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? അഗെയിൻ ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുക. വീണ്ടും നമ്മൾ എന്ത് ചെയ്യും? അടുത്ത മൾട്ടിപ്പിൾ എടുക്കും. അടുത്ത മൾട്ടിപ്പിൾ എന്ന് പറയുന്നത് 60 ആണ്. ഈ 60നെ നമുക്ക് എന്ത് ചെയ്യാം? 15 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ 20 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ LCM എന്തായിരിക്കും? LCM എന്ന് പറയുന്നത് 60 ആയിരിക്കും അല്ലെ. അപ്പൊ നമുക്കറിയാം ടോട്ടൽ പഫ്സ് ഇവിടെ എത്രയുണ്ടെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ടോട്ടൽ പഫ്സ് നമുക്കിവിടെ 60 ആണെന്ന് പറയാം അല്ലെ. ലാലേട്ടൻ ഈ 60 പഫ്സ് ലാലേട്ടന് 15 ദിവസം വേണം കഴിക്കാനായിട്ട്. അങ്ങനെയാണെങ്കിൽ 1 day അല്ലെ, ഒരു ദിവസം ലാലേട്ടൻ എത്ര പഫ്സ് കഴിക്കും? ഒരു ദിവസം ലാലേട്ടൻ 4 പഫ്സ് കഴിക്കും അല്ലെ. അതുപോലെ തന്നെ മമ്മൂക്കയ്ക്ക് ഈ 60 പഫ്സ് കഴിക്കാനായിട്ട് എത്ര ദിവസം വേണം? 20 days വേണം. അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം മമ്മൂക്ക എത്ര പഫ്സ് കഴിക്കും? 60/20 3 പഫ്സ് കഴിക്കും അല്ലെ. 3 പഫ്സ് മമ്മൂക്ക എന്ത് ചെയ്യും? ഒരു ദിവസം കഴിക്കും. അങ്ങനെയാണെങ്കിൽ ഇവർ രണ്ടുപേരും ചേർന്ന് ഒരു ദിവസം എത്ര പഫ്സ് കഴിക്കും അല്ലെ? ലാലേട്ടൻ ഒരു ദിവസം 4 പഫ്സും മമ്മൂക്ക ഒരു ദിവസം 3 പഫ്സും ആണെങ്കിൽ ഒരു ദിവസം ഇവർ രണ്ടുപേരും ചേർന്ന് 7 പഫ്സ് കഴിക്കും. അങ്ങനെയാണെങ്കിൽ 4 ദിവസം കൊണ്ട് അല്ലെ, 4 days കൊണ്ട് ഇവർ എത്ര പഫ്സ് കഴിക്കും? ഒരു ദിവസം ഇവര് 7 പഫ്സ് കഴിക്കുമെങ്കിൽ 4 ദിവസം കൊണ്ട് ഇവര് 7 into 4 28 പഫ്സ് കഴിക്കും അല്ലെ. നമുക്കറിയാം ടോട്ടൽ പഫ്സ് എത്ര ഉണ്ടായിരുന്നു? ടോട്ടൽ പഫ്സ് എന്ന് പറയുന്നത് 60 പഫ്സ് ആണ്. ഇതില് 28 പഫ്സ് എന്ത് ചെയ്യും? ഇവര് 4 ദിവസം കൊണ്ട് കഴിക്കും. അങ്ങനെയാണെങ്കിൽ റിമൈനിങ് പഫ്സ് എത്രയുണ്ട്? റിമൈനിങ് പഫ്സ് എന്ന് പറയുന്നത് 32 പഫ്സ് ആണ് അല്ലെ. അപ്പൊ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? റിമൈനിങ് വർക്ക് അല്ലെങ്കിൽ പെൻഡിങ് വർക്ക് ആണ് ക്വസ്റ്റ്യനിൽ. അപ്പൊ നമുക്കറിയാം അവരെന്ത് ചെയ്യും? 4 ദിവസം കൊണ്ട് 28 പണി 28 വർക്ക്സ് ചെയ്യും. അപ്പൊ നമുക്ക് റിമൈനിങ് വർക്ക് എന്ന് പറഞ്ഞാൽ 32 ആണ്. സോ 32 ഔട്ട് ഓഫ് എത്രയില്ല? 32 ഔട്ട് ഓഫ് 60 ആണ്. ദാറ്റ് ഈസ് എന്ത് വരും? 8/15 വരും. അപ്പൊ നമ്മുടെ ആൻസർ എന്തായിരിക്കും? 8/15.